ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ജോ ടെസ്റ്റിറ്റോറ് കെവിൻ ഓവൻസിനെ ഇന്റർവ്യൂ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത്. അതായത് കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ കോഡി റോഡ്സിനെ ഇന്റർവ്യൂ ചെയ്തതുപോലെ. അപ്പോൾ ഈ സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. ഈ സെഗ്മെന്റിൽ കെവിൻ ഓവൻസ് ജോ ടെസ്റ്റിറ്റോറ് കോഡി റോഡ്സിന്റെ ഫാൻസ് ആണ് എന്ന ടൈപ്പിലൊക്കെ കളിയാക്കി സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഡി റോഡ്സിന്റെ ചാമ്പ്യൻഷിപ്പ് റൺ താൻ റോയൽ റംബിളിൽ അവസാനിപ്പിക്കുമെന്നും റോയൽ റംബിളിൽ താനാണ് ചാമ്പ്യൻ ആയിക്കൊണ്ട് റസൽമേനിയ മാച്ചിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് കെവിൻ ഓവൻസ് പറഞ്ഞത്. പിന്നീട് അവിടെ തൂക്കിയിട്ടിട്ടുള്ള 2 ചാമ്പ്യൻഷിപ്പിൽ നിന്നും കെവിൻ ഓവൻസിന്റേതാണ് യഥാർത്ഥ ചാമ്പ്യൻഷിപ്പ്, കോഡി റോഡ്സിന്റെ യഥാർത്ഥ ചാമ്പ്യൻഷിപ്പ് അല്ല എന്ന ടൈപ്പിൽ കെവിൻ ഓവൻസിന്റെ ആ ഒരു ഈഗിൾ ചാമ്പ്യൻഷിപ്പ് എല്ലാം അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ CM പങ്കിന്റെ തീം മ്യൂസിക് പ്ലേ ആയി. പിന്നീട് CM പങ്ക് അവിടെ വന്നുകൊണ്ട് ഇവർക്ക് 2 പേർക്കും സെഗ്മെന്റ് പോയി. പറയാതിരിക്കാൻ പറ്റില്ല, വേറെ ലെവലായിരുന്നു 2 പേരുടെയും സെഗ്മെന്റ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇവര് എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം. അതായത് CM പങ്ക് പറയുന്നുണ്ട്, നീ കോഡി റോഡ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുകയാണെങ്കിൽ കോഡി റോഡ്സിന്റെ കൂടെയല്ല, ഞാൻ നിന്റെ കൂടെയാണ് ചാമ്പ്യൻഷിപ്പ് മാച്ച് റസൽമേനിയയിൽ ചെയ്യാൻ പോകുന്നത്. അഥവാ നീ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്താലും നിന്റെ ചാമ്പ്യൻഷിപ്പ് റൺ അധികം മുന്നോട്ട് പോവില്ല, കാരണം നീ റസൽമേനിയയിൽ എന്റെ കൂടെ തോറ്റു പോകും. ഈ ഒരു ടൈപ്പിലെല്ലാം CM പങ്ക് പറയുന്നുണ്ട്. പിന്നീട് കെവിൻ ഓവൻസ് ഇതിന് മറുപടി എന്ന പോലെ CM പങ്കിനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അതായത് കെവിൻ ഓവൻസ് 2 പ്രാവശ്യം റസൽമേനിയ മെയിൻ ഇവന്റ് ചെയ്തിട്ടുണ്ട് എന്നും, എന്നാൽ CM പങ്ക് ഇത്ര വർഷം അല്ലെങ്കിൽ 11 വർഷങ്ങൾക്കൊക്കെ മുൻപ് ഇത്രയ്ക്കും ഫേമസ് ആയിട്ട് പോലും WWE റസൽമേനിയ മെയിൻ ഇവന്റ് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് CM പങ്കിനെ കളിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ റോയൽ റംബിൾ മാച്ചിൽ മത്സരിക്കാൻ പോകുന്ന 29 പേരെയും എനിക്കിഷ്ടമായിരിക്കാം, പക്ഷെ നിന്നെ മാത്രം എനിക്ക് താല്പര്യമില്ല എന്ന ലെവലിലും കെവിൻ ഓവൻസ് ഈ സെഗ്മെന്റിൽ CM പങ്കിനെ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. പിന്നീട് കെവിൻ ഓവൻസ് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാസായി പോകാൻ നോക്കുന്ന സമയത്ത് CM പങ്ക് കെവിൻ ഓവൻസിനോട് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് താനൊന്നും അടുപ്പിച്ച റോയൽ റംബിളിൽ WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ റോയൽ റംബിൾ മാച്ചിൽ നിറയെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടൊന്നും തോറ്റു പോയിട്ടില്ല, അതുപോലെ തന്നെ ലോഗൻ പോളിന്റെ കൂടെ ഒന്നും തോൽക്കേണ്ട അവസ്ഥ തനിക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെവിൻ ഓവൻസിനെ കളിയാക്കും. അതുപോലെ നീ നാളത്തെ റോയൽ റംബിളിൽ തോൽക്കാനാണ് പോകുന്നത്, ഈ ഒരു ടൈപ്പിലൊക്കെ പറഞ്ഞ് CM പങ്കും കെവിൻ ഓവൻസിനെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് പോയത്. പിന്നീട് കെവിൻ ഓവൻസ് അവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കൊണ്ട് CM പങ്കിന്റെ തീം മ്യൂസിക് പ്ലേ ആയി. അപ്പോൾ ഈ സെഗ്മെന്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ ഈ സെഗ്മെന്റിന് മുൻപ് മൈക്കിൾ കോൾ, പാറ്റ് മെക്കർഫി ഇവരുടെ സ്റ്റാർട്ടിംഗ് സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ അതിൽ റോയൽ റംബിൾ മാച്ചിനെ പറ്റിയാണ് കൂടുതൽ പറഞ്ഞത്, അതുകൊണ്ടാണ് പറയാതെ ഒഴിവാക്കിയത്. പിന്നീട് മിസ് നിക്ക് ആൾട്ടിൻസ് ഇവരുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ മിസ് പറയുന്നത് ആൻഡ്രോയിഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവന്റെ മുഖത്ത് ഞാൻ അടിക്കും എന്ന ടൈപ്പിലാണ്. ഇത് കേട്ട് ആൻഡ്രോയിഡ് അവിടെ വന്നുകൊണ്ട് മിസ് ചാലഞ്ച് ചെയ്യാണോ എന്ന ടൈപ്പിലൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് അവസാനം ആൻഡ്രോയിഡ് പറയുന്നുണ്ട് നമ്മൾക്ക് തമ്മിൽ മാച്ച് വെക്കാമെന്ന്. ശേഷം നിക്ക് ആൾട്ടിൻസും ഈ ഒരു മാച്ച് ഒഫീഷ്യലായി കൺഫേം ചെയ്തു. അപ്പോൾ ഫസ്റ്റ് നടന്ന മാച്ച് ജിമ്മി യൂസോ വേഴ്സസ് കാർമെലോ ഹെയ്സ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ കാർമെലോ ഹെയ്സ് ജിമ്മി യൂസോനെ ഫിനിഷർ ചെയ്തുവെങ്കിലും ജിമ്മി യൂസോ അതെല്ലാം കിക്ക് ഔട്ട് ചെയ്ത് അവസാനം കാർമെലോ ഹെയ്സിനെ റോഡ് പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ ജിമ്മി യൂസോയാണ് വിൻ ചെയ്തത്. അതിനുശേഷം US ചാമ്പ്യൻഷിപ്പ് മിക്കിൻ ഫോഴ്സസ് ചെൽസി ഗ്രീൻ ഇവർക്ക് തമ്മിലാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. മാച്ചിന്റെ അവസാനത്തിൽ മിക്കിൻ ചെൽസി ഗ്രീനെ ഫിനിഷർ ചെയ്ത് പിൻ ചെയ്യാൻ നോക്കിയപ്പോൾ പൈപ്പർ നിവിൻ റിങ്ങിന് പുറത്തേക്ക് ചെൽസി ഗ്രീനെ വലിച്ചുകൊണ്ട് പോയി. ഇത് കണ്ട് B-Fab പൈപ്പർ നിവിനെ അറ്റാക്ക് ചെയ്തു. ശേഷം മിച്ചിൻ വീണ്ടും വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ചെൽസി ഗ്രീൻ റിങ് വിട്ട് ഇറങ്ങിപ്പോയി ഒരു കെൻഡോ സ്റ്റിക്ക് എടുത്തുകൊണ്ട് വന്ന് മിച്ചിനെ അറ്റാക്ക് ചെയ്ത് മാച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതായത് DQ മൂലം മിച്ചിനാണ് ഈ മാച്ച് വിൻ ചെയ്തത്. വീണ്ടും ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്തേക്കാണ് ഇതോടുകൂടി. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡിലേക്ക് വന്ന ഡാമിൻ പ്രീസ്റ്റിന്റെ സെഗ്മെന്റ്. ഡാമിൻ പ്രീസ്റ്റ് മെയിൻ റോസ്റ്ററിൽ വന്ന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും, അതുപോലെ താൻ സ്മാക്ക് ഡൗണിൽ വന്നതിന്റെ ലക്ഷ്യം ചാമ്പ്യൻഷിപ്പുകൾ വിൻ ചെയ്യുക, അതുപോലെ നാളത്തെ റോയൽ റംബിൾ മാച്ചും തന്റെ ലക്ഷ്യത്തിലുണ്ട് എന്ന ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് സ്മാക്ക് ഡൗണിൽ മുന്നേറാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. ആ സമയം ജേക്കബ് ഫട്ടോ അവിടെ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനോട് പറയുന്നത് നീ സ്മാക്ക് ഡൗണിൽ മുന്നേറാം എന്ന് വിചാരിച്ചാൽ അത് സാധിക്കില്ല, കാരണം സ്മാക്ക് ഡൗൺ ഇപ്പൊ ഞങ്ങളാണ് കൊണ്ടുപോകുന്നത്, ടോമ ടോങ്കയും ഞാനും ചേർന്നുകൊണ്ട്, അതുകൊണ്ട് നിനക്ക് സ്മാക്ക് ഡൗണിൽ മുന്നോട്ട് വരാൻ സാധിക്കില്ല എന്ന ടൈപ്പിലൊക്കെ പറഞ്ഞുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റുമായിട്ട് പ്രശ്നമുണ്ടാക്കും. ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ ഡാമിൻ പ്രീസ്റ്റിനെ ഇവരെ അറ്റാക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്ത സമയത്ത് ഡാമിൻ പ്രീസ്റ്റ് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും, പിന്നീട് ടോമ ടോങ്ക ജേക്കബ് ഫാട്ട് ചേർന്ന് ഡാമിൻ പ്രീസ്റ്റിനെ തിരികെ അറ്റാക്ക് ചെയ്യുമ്പോൾ LA നൈറ്റ് അവിടെ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ സേവ് ചെയ്ത്
ഇവരെ അറ്റാക്ക് ചെയ്തതിനു ശേഷം LA Knight മൈക്ക് എടുത്ത് ജേക്കബ് ഫാട്ടു ടോമ ടോങ്ക ഇവരെ ഒരു മാച്ചിന് വേണ്ടി ചാലഞ്ച് ചെയ്തു. അതായത് ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് LA Knight ഫോഴ്സസ് ജേക്കബ് ഫാട്ടു ടോമ ടോങ്ക ഇവർക്കൊരു ടാഗ് ടീം മാച്ച് നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം 8-man ടാഗ് ടീം മാച്ച്. ഈ മാച്ച് നടന്നത് മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ആൻഡ് ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ ഫോഴ്സസ് ടാഗ് ടീം ചാമ്പ്യൻസ് ആയ DIY പ്രീറ്റി ഡെഡ്ലി ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ച് ആയിരുന്നു. അതുപോലെ മെഷീൻ ഗൺസ് ഹുംബർട്ടോ ടീമെല്ലാം ചേർന്നുകൊണ്ടുള്ള ടാഗ് ടീം വർക്കും നന്നായിട്ടുണ്ടായിരുന്നു. എന്നാൽ മാച്ചിന്റെ അവസാനത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പോലെ തന്നെ ഹുംബർട്ടോ ആൻഡ് ഏഞ്ചൽ മാച്ച് വിട്ട് ഇറങ്ങി പോകുന്നതായിട്ടും മെഷീൻ ഗൺസ് ടീമിനെ പറ്റിച്ചുകൊണ്ട് അവരവിടെ നിന്നും പോകും. അതായത് മാച്ച് കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നീട് മെഷീൻ ഗൺസ് ടീം മാച്ച് മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ടൊമാസോ സിയമ്പ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാതെ പ്രീറ്റി ഡെഡ്ലി ടീമിന് ഒരു കിക്ക് കിട്ടും ടൊമാസോ സിയമ്പയുടെ കയ്യിൽ നിന്നും. പിന്നീട് പ്രീറ്റി ഡെഡ്ലിയും ഈ ഒരു മാച്ച് ഉപേക്ഷിച്ച് പോകുമ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ച് ടൊമാസോ സിയമ്പയെ റോൾ പിൻ ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ മോട്ടോർ സിറ്റി മെഷീൻ ഗൺസ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഇന്ന് ഇവര് ടാഗ് ടീം ചാമ്പ്യൻസിനെ പിൻ ചെയ്തതുകൊണ്ട് നാളെ എന്റെ പ്രൊഡിക്ഷൻ തെറ്റാൻ ചാൻസ് കൂടുതലാണ്. എന്തായാലും പ്രൊഡിക്ഷൻ മാറ്റുന്നൊന്നുമില്ല. പിന്നീട് ജേക്കബ് ഫാട്ടു ടോമ ടോങ്ക ബാക്ക് സ്റ്റേജിൽ നടന്നു വരുന്ന സമയത്ത് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് കാണുന്നുണ്ട്. ഇവർ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിന്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ജോണി ഗർഗനോ ടൊമാസോ സിയമ്പ അവിടെ ഒന്നുകൊണ്ട് അതെടുത്ത് കൈ പിടിക്കുന്നതായിട്ടും പിന്നീട് ഇവര് DIY ടീമിനെ കളിയാക്കി ചിരിക്കുന്നത് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതേസമയം അവിടെ പ്രീറ്റി ഡെഡ്ലി ടീം വരുന്ന സമയത്ത് ജോണി ഗർഗനോ പറയുന്നുണ്ട് നാളത്തെ മാച്ച് അവരുടെ കരിയറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാച്ചാണ് എന്ന ടൈപ്പില്. അപ്പൊ പ്രീറ്റി ഡെഡ്ലി ടീമിലെ എൽട്ടൺ പ്രിൻസ് പറയുന്നത് നാളെ ഞങ്ങളുടെ സഹായം അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും നേരിടാൻ പോകുന്നത് എന്ന ടൈപ്പിലാണ്. അപ്പോൾ ഇവർക്ക് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഓഫർ ചെയ്തുകൊണ്ടാണ് ഇവരെ വലയിൽ വീഴ്ത്തിക്കൊണ്ട് DIY മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അത് പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ടാഗ് ടീം ചാമ്പ്യൻ നയോമി ഫോഴ്സസ് ലിവ് മോർഗൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ നയോമി ഫിനിഷർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് റക്കൽ റോഡ്രിഗസ് ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും അതേസമയം ബിയങ്ക ബെല്ലർ വന്നുകൊണ്ട് റക്കലിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ശേഷം ഈ ഒരു അവസരം ഉപയോഗിച്ച് ലിവ് മോർഗൻ നയോമിനെ റോൾ പിൻ ചെയ്തുവെങ്കിലും നയോമി അത് റിവേഴ്സ് അടിച്ചുകൊണ്ട് ലിവ് മോർഗനെ റോൾ പിൻ ചെയ്ത് ഈ മാച്ചിൽ നയോമിയാണ് വിൻ ചെയ്തത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം ഇവര് സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ലിവ് മോർഗൻ ബിയങ്ക ബെല്ലർ ഇവരെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് ഇവരുടെ രണ്ടുപേരുടെയും മേലേക്ക് റക്കൽ ലിവ് മോർഗനെ എടുത്തുകൊണ്ട് ഒരു പവർ ബം പോലെയെല്ലാം ചെയ്യുന്നതായിട്ടും കാണിച്ചിരുന്നു. അതിനുശേഷം അൺഡ്രോയിഡ് ഫോഴ്സസ് ദ മിസ് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച്. അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. മാച്ചിന്റെ അവസാനത്തിൽ മിസ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ഈ മാച്ചിൽ അൺഡ്രോയിഡെയാണ് വിൻ ചെയ്തത്. പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് R-Truth ഇവരുടെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചു. അപ്പോൾ അതിനു മുമ്പ് സാന്റോസ് എന്നെല്ലാം സംസാരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ R-Truth ഈ സെഗ്മെന്റിൽ പറയുന്നത് ഇത് റോ എപ്പിസോഡാണെന്നും താൻ ആഡം പിയേഴ്സുമായിട്ടൊക്കെ സംസാരിക്കും എന്ന ടൈപ്പിലൊക്കെയാണ്. അതായത് സ്മാക്ക് ഡൗൺ എപ്പിസോഡിൽ വന്നുകൊണ്ട് റോ എപ്പിസോഡാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഫൺ ചെയ്യാണ്. ആ സമയത്ത് ഡാമിൻ പ്രീസ്റ്റിന് കറക്റ്റായിട്ടും ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് പോലെ നമുക്ക് തോന്നിക്കും. അത് R-Truthന്റെ കൂടെ ഇതുപോലെ സെഗ്മെന്റ് ചെയ്യുന്ന മിക്ക റെസ്റ്റേഴ്സിനും സംഭവിക്കാറുണ്ട്. പിന്നീട് LA Knightഉം അവിടെ വന്നുകൊണ്ട് ജേക്കബ് ഫാട്ടു ടോമ ടോങ്ക ഇവരെ നേരിടാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ LA Knight ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് ഇവരെ രണ്ടുപേരെയും റോയിലേക്ക് സ്വാഗതം ചെയ്ത് R-Truth സംസാരിക്കും. അപ്പോൾ ടിഫനി സ്റ്റാറ്റൻ ഈ സെഗ്മെന്റിൽ പറയുന്നത് റോയൽ റംബിൾ മാച്ച് ആര് വിൻ ചെയ്താലും തനിക്കൊരു പ്രശ്നമില്ല എന്നും കാരണം ഇനി അങ്ങോട്ട് എപ്പോഴും ടിഫനി ടൈം ആണ് എന്ന്. പിന്നീട് കാൻഡിസ് ലോറെ അവിടെ വന്നുകൊണ്ട് നയ ജാക്സിനെയും കാൻഡിസ് ലോറേനെയും ടിഫനി പറ്റിച്ച കാര്യത്തെ പറ്റിയും മണി ഇൻ ദി ബാങ്ക് ക്യാഷ് ചെയ്ത കാര്യത്തെ പറ്റിയെല്ലാം പറയുന്നുണ്ട്. അവസാനം നയ ജാക്സ് അവിടെ വന്നുകൊണ്ട് ടിഫനി സ്റ്റാറ്റിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ അത് നേരെ കാൻഡിസ് ലോറയ്ക്കാണ് കിട്ടിയത്. പിന്നീട് അവർ ടിഫനി സ്റ്റാറ്റിനെ അറ്റാക്ക് ചെയ്ത് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. പിന്നീട് സ്മാക്ക് ഡൗൺ എപ്പിസോഡ് മെയിൻ ഇവന്റായി നടന്നത് LA Knight ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് വേഴ്സസ് ജേക്കബ് ഫാട്ടു ടോമ ടോങ്ക ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് ടാഗ് ടീം മാച്ചാണ്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. രണ്ട് ടീമിന്റെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ LA Knight ജേക്കബ് ഫാട്ടുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബാരിക്കേഡിന്റെ മുകളിലേക്കെല്ലാം പോകുന്നതായിട്ടും ശേഷം ഡാമിൻ പ്രീസ്റ്റ് ടോമ ടോങ്കയുമാണ് ഫൈറ്റ് ചെയ്തത്. പിന്നീട് ഡാമിൻ പ്രീസ്റ്റ് ടോമ ടോങ്കയ്ക്ക് ഫിനിഷർ എല്ലാം കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് വിൻ ചെയ്തു. അതായത് ഡാമിൻ പ്രീസ്റ്റ് ആൻഡ് LA Knight. ശേഷം ജേക്കബ് ഫാട്ടു തിരികെ വന്നുകൊണ്ട് ഡാമിൻ പ്രീസ്റ്റിനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് മോൺസോൾട്ട് എല്ലാം ചെയ്തുകൊണ്ട് ഇന്നത്തെ സ്മാക്ക് ഡൗൺ എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ജേക്കബ് ഫാട്ടുവിനും നല്ലത് കിട്ടിയിട്ടുണ്ട് ഡാമിൻ പ്രീസ്റ്റിന്റെ കയ്യിൽ നിന്നും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ സ്മാക്ക് ഡൗണിൽ നടന്നത്. ഇന്നത്തെ സ്മാക്ക് ഡൗൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ
അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോ ആയിട്ടാണ് തോന്നിയത്. റോ എപ്പിസോഡ് പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം സ്മാക്ക് ഡൗൺ എപ്പിസോഡ് 2 മണിക്കൂർ തന്നെയായിരുന്നു നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. റോ എപ്പിസോഡ് സെറ്റാണ്, 3 മണിക്കൂറായാലും അവിടെ നിറയെ റെസ്ലേഴ്സ് ഉണ്ട്, മാച്ചിന്റെ സെഗ്മെന്റ് ഉണ്ട്. പിന്നെ റോയൽ റംബിൾ നാളെ മറക്കാതെ കാണുക. രാവിലെ 4:30, റിപ്പീറ്റ് രാവിലെ 9:30, രാത്രി 8:30, രാത്രി 8 മണിക്ക്.